അസ്സലാമലൈക്കും ഹായ് ഓൾ എവ്രി വൺ. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഉമ്മാൻ്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് ഈ ഒരു കറി. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കിയെന്ന് നോക്കിയാൽ ആദ്യം നമുക്കൊരു പാൻ എടുത്ത് വെക്കാം. ആവശ്യത്തിന് എണ്ണ പറഞ്ഞെടുക്കുക. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് സവാള ഇട്ടെടുക്കാം. സവാള നന്നായി മുരിഞ്ഞെത്തുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടാകുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം പറഞ്ഞിട്ട് അതൊന്ന് മൂടി വെക്കാം. ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ മസാലപ്പൊടി ഒന്ന് വറുത്തെടുക്കാം. ഒരു 4 ടീസ്പൂൺ മുളക് പൊടിയും ഒരു 6 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കനിലേക്ക് പറഞ്ഞു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടാകുമ്പോൾ മൂടി വെക്കാം. സംഗതി കഴിഞ്ഞോ? ഇല്ലടോ, ഇപ്പോഴേ തുടക്കം. അതേ പാനിൽ തന്നെ നമ്മൾ തേങ്ങയും കൂടി ഒന്ന് വറുത്തെടുക്കാം. 2 മുറി തേങ്ങ, 1/4 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്. എന്നിട്ട് നമ്മുടെ മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചെടുക്കുക. എന്നിട്ട് അത് നമ്മൾ ചിക്കനിലേക്ക് പറഞ്ഞു കൊടുക്കുക. സംഗതി കുറച്ച് കളറാൻ വേണ്ടിയിട്ട് വേറൊരു പാനിലേക്ക് ആവശ്യത്തിന് എണ്ണ പറഞ്ഞിട്ട് എണ്ണ നന്നായി ചുഴയുമ്പോൾ സവാളയും കറിവേപ്പിലും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക. എന്താ ഒരു ടേസ്റ്റ്!